നമസ്കാരം ഗൈസ്, ആർജിയാണ് ഫൈനൽ തിരിച്ച് നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലെത്തി. നിശ്ചിത ബാഗിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമുക്കത് മോളിൽ പോവാം, വീട്ടിൽ പോവാം. നല്ല ചൂടുണ്ട്. ഞാൻ ഒരു 10 രൂപ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ച് വീട്ടിൽ പോവാം. ചൂടായിട്ട് ആദ്യം 10 വെള്ളം കുടിച്ച് കിടക്കണം. ഞാൻ കപ്പലിന്റെ മിഠായി. എനിക്ക് വെള്ളം മതി, എനിക്ക് ചൂടത്ത് ശമനം കിട്ടണേ, തൊണ്ടയൊക്കെ വരണ്ട്. വീട്ടിൽ പോയിട്ട് അപ്പോൾ ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിയപ്പോൾ കൊടുക്കുന്നത് തിരക്കായിരുന്നു. ഇന്ന് സ്കൂളിലെ പിള്ളേരുടെയൊക്കെ എക്സാമിന് ലാസ്റ്റ് ഡേ ആയിരുന്നു, 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിൻ്റെ ഒക്കെ. അതിൻ്റെ പേരിൽ നല്ല പിള്ളേർ ഇഷ്ടമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു രസമാണ് പിള്ളേരെ കാണുമ്പോൾ, അവരുടെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ അടിപൊളി, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയപ്പോഴും തിരക്കൊക്കെ ആയിരുന്നു, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സീറ്റ് കിട്ടി, നിശ്ചയം ഓടിച്ചാടി സീറ്റൊക്കെ പിടിച്ചു, സീറ്റ് കിട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ പരുത്തിക്കുടി എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി ഇതൊക്കെയായിരുന്നു. പക്ഷേ ഒരു മൂടിയ ക്ലൈമറ്റാണ്, പക്ഷേ വെയിലുണ്ട്, ചെറുതായിട്ട് മൂടിയ ക്ലൈമറ്റും കുറച്ച് വെയിലുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും സാന്ദ്ര ചേച്ചീനെ കണ്ട്. സാന്ദ്ര ചേച്ചിയാണെങ്കിൽ ക്യാമറയിൽ വരാൻ എപ്പോഴും അടിപൊളി ഒരാളാണ്. ഈ പ്രാവശ്യം ഞാൻ വീടെടുത്തപ്പോഴേക്കും ആദ്യമേ ഞാൻ ക്യാമറ ഇടുന്ന സമയത്ത് മുഖവും മറച്ചു പിടിച്ചാണ് പുള്ളിക്കാരത്തിൽ നിന്നത്, ഫോൺ വെച്ചിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ മാറ്റി. പിന്നെ വീഡിയോ എടുത്താലും കുഴപ്പമില്ല, പോകില്ല എന്ന രീതിയിലായിപ്പോയി. എന്തായാലും വീഡിയോ ഒരാളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആണെന്തായാലും വീഡിയോ കാണും, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പതുക്കെ നടന്നു വന്നു. വരുന്ന നിൽക്കാണ് നിഷു അവിടെ വെച്ച് സ്റ്റക്കായി. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഫസ്റ്റ് നിഷു ആദ്യം മീൻ നന്നാക്കാൻ ഇരുന്നത്. മീൻ നന്നാക്കിയിട്ട് ബാക്കി എന്ത് പരിപാടി ഉള്ളൂ എന്ന് പറഞ്ഞ് മീൻ നന്നാക്കാതെ വേറെ പരിപാടിയില്ല. കാരണം ഫുഡ് ഉണ്ട്, നമുക്കൊരു പൊതിച്ചോറിപ്പുണ്ടായിരുന്നു. അപ്പോൾ മീൻ നന്നായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ മടിയായി പോകും ഫുഡ് കഴിച്ചിട്ട് ചെയ്യാനായിട്ട്. ഓൾറെഡി വിശന്നിരിക്കുകയാണ്, അപ്പോൾ കഴിച്ചിട്ട് ചെയ്യാനിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അത് ചെയ്തിട്ട് കഴിച്ചിട്ട് പിന്നെയാണ് ബാക്കിയുള്ള കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അതിൻ്റെ പേരിൽ ഫസ്റ്റ് പപ്പടം പുറത്തും പൊതിച്ചോറിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പപ്പടവും പുറത്ത് ഉണ്ടായിരുന്ന കറിയൊക്കെ വെച്ച് സെറ്റാക്കി നമ്മൾ ഫുഡായിട്ട് കഴിച്ച് രണ്ടുപേരും കൂടി. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിഷുവിന് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ ഗൈസ്, എനിക്കാണെങ്കിൽ ആർത്തി മൂർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും കണ്ണെ കാണാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എല്ലാം കൂടി ഒന്ന് കുഴക്കട്ടെ. ഓരോന്നും എടുത്തെടുത്ത് ഇതിന്ന് മേക്കപ്പ് ഇടാൻ പോണ പോലെയാണ്. തോരൻ, അവിയല്, അച്ചാറ്, പപ്പടം, പിന്നെ സാമ്പാർ എല്ലാം കൂടി ചേർത്ത് പിന്നെ ഓരോന്ന് നുള്ളി പെറുക്കി സമയം കളഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പക്ഷെ പാസ്വേഡ് കഴിക്കാൻ വേണ്ടി കേൾക്കണ്ടേ, നല്ല പൊളിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പാസ്വേഡ് കഴിച്ചു, കാരണം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂല. തേങ്ങ കൈയിട്ട് വാരിക്കൊണ്ട് സത്യം വിശപ്പ് അതിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. വിശപ്പ് ഉള്ളതിൻ്റെ പേരിലല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു.